ജാതി, മതം, സമുദായം ഇതെടുത്ത് വീശി പരമാവധി വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ വോട്ട് പിടിച്ചെടുക്കുന്ന തന്ത്രം പയറ്റി തെളിയിച്ചത് BJP ആണ്. കോൺഗ്രസ് പൊതുവെ ഈ ജനാധിപത്യം, സാഹോദര്യം അല്ലെങ്കിൽ എന്താ പറയുക സ്വല്പം ന്യൂനപക്ഷ പ്രേമം ഇതൊക്കെയാണ് കോൺഗ്രസ് എടുത്ത് പയറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു തന്ത്രം ജാതി പറയേണ്ടടുത്ത് ജാതി പറയണം, അല്ലെങ്കിൽ മതം പറയേണ്ടടുത്ത് മതം പറയണം, ആ രീതിയിൽ ചിന്തിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറിയോ എന്നൊരു സംശയം. ഇത് പറയുന്നത് തെലങ്കാനയിൽ നമ്മുടെ പഴയ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസ്ഹറുദ്ദീൻ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അത് കൃത്യമായ ആസൂത്രണത്തോടെയാണ്, വെറുതെ അല്ല അസ്ഹറുദ്ദീനൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് കൃത്യമായ ആസൂത്രണം പദ്ധതി അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താ സംഭവം? കാരണം ഈ BJPക്കാർ മുസ്ലിംസിനെ കംപ്ലീറ്റ് ആയിട്ട് അവഗണിക്കുന്നു, മത്സരിക്കാൻ ടിക്കറ്റ് പോലും കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അവിടെ OIC പോലുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും ചിലപ്പോഴൊക്കെ BJP ആയിട്ട് സന്ധി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ കോൺഗ്രസ്സിന് വർഗീയത പറയുന്നില്ല, എന്നാൽ മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കാനുള്ള ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻ്റ് ഒന്നാണ് അസ്ഹറുദ്ദീൻ. അസ്ഹറുദ്ദീനെ ആരും ഒരു മുസ്ലിം ക്രിക്കറ്ററായിട്ടല്ല കണ്ടിരിക്കുന്നത്, എന്നാൽ പോലും സമൂഹത്തിൽ ആ രീതിയിലൊരു അംഗീകാരം കിട്ടുകയും ആ അംഗീകാരത്തിൻ്റെ ബലത്തിൽ തൻ്റെ കമ്മ്യൂണിറ്റിയുടെ സ്വാധീനം കൂടെ ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ള കളിയാണ് കോൺഗ്രസ് അവിടെ കളിക്കുന്നത്. അത് നാളെ തെലങ്കാനയിലെ ഇലക്ഷനെ മാത്രം ഉദ്ദേശിച്ചല്ല. അത് ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് തെലങ്കാന ഇലക്ഷനാണ്. തെലങ്കാന അല്ല, ബീഹാർ ഇലക്ഷനാണ്. ബീഹാർ ഇലക്ഷനിൽ ഏത് വഴിക്കും പോകാൻ പറ്റും, അല്ല ഏത് തരത്തിലും സിംഗ് ഉണ്ടാകാമെന്നുള്ള കണക്കൂട്ടലുകളാണ് പല ഘടകങ്ങളോടെ വന്നിട്ടുണ്ട്. പ്രശാന്ത് കിഷോറിൻ്റെ പുതിയൊരു എങ്ങും തൊടാത്തൊരു ഘടകം വന്നിട്ടുണ്ട്. ഈ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോകും, ആരുടെ വോട്ടാണ് എവിടുന്ന് പോകും എന്നുള്ള ആശയക്കുഴപ്പത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും വോട്ടർമാരും നിൽക്കുമ്പോൾ കോൺഗ്രസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന താരമാണ്, അവരുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന താരമാണ് അസ്ഹറുദ്ദീൻ. കാരണം അസ്ഹറുദ്ദീനെ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യം, രാജ്യത്ത് എവിടെ നിന്നാലും അദ്ദേഹത്തെ അറിയാം. ആ പരിചയത്തിൽ കൂടെ നാളെ രാഹുൽ ഗാന്ധിക്കും ഇവർക്കും ബീഹാറിലെ ജനങ്ങളുടെ മനസ്സിലേക്ക്, സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റും. ഇതിനെ കൗണ്ടർ ചെയ്യാൻ BJPക്ക് തൽക്കാലം പറ്റില്ല. കാരണം BJP ഇവരെല്ലാം ഒഴിവാക്കി നിർത്തിയിരുന്നതാണ്. കീർത്തി ആസാദിനെയും ഗൗതം ഗംഭീറിനെ അങ്ങനെയുള്ളവരൊക്കെ BJPയിലേക്ക് ആകർഷിക്കാൻ നോക്കി. അപ്പോഴൊന്നും ഇതിൻ്റെ ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവരിൽ കൂടെ കാര്യമായിട്ട് ഫലം കിട്ടിയിട്ടില്ല. കാരണം അതിന് ആ രീതിയിലുള്ള എതിർപ്പുണ്ടായിട്ടില്ല. ഇവരെ കൊണ്ടുവരുന്ന എതിർപ്പുണ്ടായിട്ടില്ല, ഒരു സാധാരണ സംഭവം പോലെ കണ്ടുള്ളൂ. അതേസമയം മമതാ ബാനർജി ഈ ക്രിക്കറ്റ് കളിക്കാരെ വെച്ച് പലരെയും വെച്ചുകൊണ്ട് യൂസഫ് പത്താനെ പോലുള്ള വെച്ച് അല്ല, യൂസഫ് പത്താൻ എടുത്ത് പറയുന്നത് കേരളത്തിൽ തൃണമൂലിൻ്റെ പാർട്ടിക്കട ഉദ്ഘാടനം ചെയ്യാൻ യൂസഫ് പത്താനാന്നേ വന്നത്. അതിന് പ്രത്യേക വെറുതെ വരുന്നൊന്നുമല്ല. യൂസഫ് പത്താൻ എവിടെ അവരെ കൃത്യമായി സെലക്ട് ചെയ്ത് യൂസഫ് പത്താൻ എവിടെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ കേരളത്തിലാണ് പോകേണ്ടത് എന്ന് നന്നായിട്ടറിയാം. അതേ സ്ട്രാറ്റജി ഇപ്പോൾ കോൺഗ്രസ് അൻവറിൻ്റെ പ്രചരണത്തിന് പത്താനല്ലേ കൊണ്ട് പത്താൻ അതാ പറഞ്ഞു. അൻവറിൻ്റെ പ്രചരണം പത്താൻ വന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ അതേ സ്ട്രാറ്റജി കോൺഗ്രസും പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ ഈ അൻവർ ഇവിടുത്തെ തൃണമൂലിൻ്റെ കാര്യം പറഞ്ഞു, മമതയുടെ കാര്യം പറഞ്ഞു. ഇനി നാളെ ഈ ഇൻഫ്ലുവൻസ് ഇതേ രീതിയിൽ ചിലപ്പോൾ ഗുജറാത്തിലേക്കും അതുപോലെ മറ്റു മുസ്ലിങ്ങൾ തന്നെ വേണമെന്നില്ല, ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള സ്വാധീനമുള്ളവരെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തിരി വിഷമിക്കും. BJP വിഷമിക്കും. BJP ഒരുതരം ഗതികെട്ട അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഛാട്ട് ഉത്സവത്തെക്കുറിച്ച് അതുപോലും തൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഉപയോഗിക്കാൻ BJP തയ്യാറാണ്. BJPക്ക് ഒന്നും പറയാനില്ല. BJP ഏത് കാര്യം പറഞ്ഞാലും, ആഭ്യന്തര കാര്യം പറഞ്ഞാലും, വിദേശകാര്യം പറഞ്ഞാലും, പ്രതിരോധ കാര്യം പറഞ്ഞാലും BJPക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റാത്ത ഒത്തിരി തകരാറുകളും സംഭവിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. മോഡി പറയുന്ന ഒന്ന്, ട്രംപ് പറയുന്ന ഒന്ന്. എന്നാൽ മോഡിയും ട്രംപും കൂട്ടുകാരനാണെന്നും പറയുന്നു. കല്യാണമൊക്കെ കഴിച്ചാണ്, പക്ഷേ രണ്ടായിട്ടാണ് താമസിക്കുന്നതെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അത്ര നിസ്സാരമായിട്ട് പറയുന്ന രീതിയിൽ മോഡി മറ്റു തരത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ള മനസ്സിലുണ്ട്. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രശ്നമല്ലേ, ആഭ്യന്തര രംഗത്തൊക്കെ വരിക. എവിടെയില്ലാത്ത കാശ്മീരിൽ പ്രശ്നമുണ്ട്, അത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ബംഗാളിൽ പ്രശ്നമുണ്ട്, അത് ബംഗ്ലാദേശ് ഉണ്ടാക്കുന്നതാണോ? അല്ല, അതിന് മുമ്പും പ്രശ്നങ്ങളുണ്ടായിരുന്നു. തമിഴ്നാട്ടിലാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഭാഷയുടെ പേരിൽ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മോഡിയുടെ കുറേ കൂടെ നടക്കുന്ന ആൾക്കാർ ഓടി നടക്കുക. പശുവിനെ കക്ഷിച്ചവനെ തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഹിജാബിൻ്റെ കാര്യത്തിൽ, ഇതൊന്നും ഇവിടെ പ്രശ്നങ്ങളല്ലായിരുന്നു. ഈ രാമക്ഷേത്രം നിർമ്മാണം പൂർത്തിയായതോടുകൂടി അല്ലെങ്കിൽ BJPയുടെ ആ ഒരു തീവ്രമുഖം മാറി കുറച്ചുകൂടി സൗമ്യമുഖം വന്നെന്നൊരു പൊതുവെ വിലയിരുത്തലുണ്ട്. കാര്യം അവരുടെ
അജണ്ട അവിടെ പൂർത്തീകരിച്ചു. ഇനി കാര്യമായ ഈ വർഗീയ വിഷം എടുത്ത് വിളമ്പേണ്ട ആവശ്യമില്ല. അപ്പോൾ അതോടുകൂടി ഒരു കൺസോൾട്ടേഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതോടുകൂടി അവർ പഴയ ഉണ്ടായിരുന്ന തീവ്ര നിലപാടുകളൊക്കെ വിട്ടിട്ട് കുറേ കൂടി ജനകീയ സ്വഭാവത്തിലേക്ക് BJP വരുന്നുണ്ടെന്ന് പൊതുവിൽ വിലയിരുത്തുന്നു. അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കോൺഗ്രസ് മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വിശ്വാസ്യത അവിടെ ചോദ്യം ചെയ്യപ്പെടില്ലേ? അല്ല, കോൺഗ്രസ് ആ നിലവാരത്തിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വോട്ട് ബേസ് ഇപ്പുറം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഞാൻ ഏറ്റവും വലിയ 1967 മുസ്ലിം ലീഗിനെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. വർഗീയ കക്ഷിയാണെന്നുള്ള വ്യാഖ്യാനം കൊടുത്ത് അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു 67. അപ്പോൾ EMS മുസ്ലിം ലീഗിനെ കൊണ്ട് തങ്ങളുടെ മുന്നണിയിലേക്ക് കൂട്ടി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 65 ഇലക്ഷനിൽ അലിഖിത അന്തർധാര മുസ്ലിം ലീഗും CPM-ഉമായിട്ടുള്ള അത് അന്തർധാര വർക്ക് ചെയ്തു. അതിൻ്റെ പ്രയോജനം ആർക്ക് കിട്ടി? CPM-ന് കിട്ടി. ആ അനുഭവം അറിയാവുന്നതുകൊണ്ട് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചാൽ ചിലപ്പോൾ പ്രയോജനം ചെയ്യും. ഇവിടെ നമ്മളിപ്പോൾ വെൽഫെയർ പാർട്ടിയൊക്കെ കൂട്ടുകൂടാൻ ഓരോരുത്തർ നോക്കുന്നുണ്ട്. ഇപ്പോൾ CPM-ന് കിട്ടാത്ത കുഴപ്പം കൊണ്ട് മാത്രമാണ് അവർ അവരെ കുറ്റം പറയുന്നത്. ഇത് എന്നിട്ട് അന്ന് EMS-നോട് ഒരു പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് വെച്ചാൽ ഞാൻ തോന്നുന്നു ഒരു പ്രമുഖ പത്രപ്രവർത്തനം ചോദിക്കുന്നു, ലീഗിനെ കൂട്ടതിൻ്റെ യുക്തിപരമായ അടിസ്ഥാനം എന്താണെന്ന് ചോദിക്കുന്നു. ഉടനെ EMS-ൻ്റെ വളരെ അതുപോലെ തന്നെ യുക്തിപരമായ മറുപടി വന്നു. മുസ്ലിം ലീഗിൽ ഒത്തിരി സാധാരണക്കാരും പാവപ്പെട്ടവരുമുണ്ട്. ലീഗും ഞങ്ങളുമായിട്ട് അകന്നു നിന്നാൽ ആ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കമ്മ്യൂണിസം എന്താണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുന്നതെന്നും അറിയാനൊരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്നതോടുകൂടി ഞങ്ങളുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്നതോടുകൂടി മുസ്ലിം സമൂഹത്തിലെ സാധാരണ മുസ്ലിങ്ങൾ എങ്ങോട്ട് വരും? ഇടതുപക്ഷ ചേരിയിലേക്ക് വരും. അതാണ് അത് ഞങ്ങളുടെ രാഷ്ട്രീയ തന്ത്രം ഇപ്പോൾ തന്നെ പറയുന്നത്. അതാണ് അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. ഇതേ തന്ത്രം ഇപ്പോൾ കോൺഗ്രസ് അവിടെ ഉപയോഗിക്കുക. പക്ഷേ EMS-ൻ്റെ എന്നോട് തിരിച്ചുള്ള പത്രപ്രവർത്തകൻ്റെ ചോദ്യം ഒരു 3 വർഷം കഴിഞ്ഞുണ്ടായി. ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന കാര്യത്തിന് അർത്ഥമില്ലാതാവുകയും ചെയ്യും. ആ ചോദ്യം കൂടെ ഒന്ന് അറിഞ്ഞിരുന്നു. ആ ചോദ്യം സഖാവെന്ന് പറഞ്ഞ പോലെ മാറ്റം സംഭവിച്ചു. CPM-ലുണ്ടായിരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ ഇനി എന്തിനാ ഞങ്ങൾക്ക് വേറെ പാർട്ടി ലീഗായി എന്നൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ മറുപടി അവിടെ വന്നേ. അത് അത്തരം കാഴ്ചപ്പാടില്ലാതെ അസറുദ്ദീനെ കോൺഗ്രസ്സുകാരെ കൈകാര്യം ചെയ്യുമ്പോൾ അത് അസറുദ്ദീൻ ക്രിക്കറ്ററാണ്, നമ്മുടെ ഒരു ഐക്കണാണ്, യുവത്വത്തിൻ്റെ ഐക്കണായിരുന്നു. അതുകൊണ്ടാണ് അസറുദ്ദീൻ. പക്ഷേ അസറുദ്ദീനെ ഒരു ഐക്കണാക്കി ഉയർത്തി കാണിക്കാൻ അസറുദ്ദീൻ്റെ ക്രെഡിബിലിറ്റി ഒരു പ്രശ്നമാണല്ലോ. അദ്ദേഹം തരം പോലെ രാഷ്ട്രീയം മാറുന്ന ആളാണ്. ക്രെഡിബിലിറ്റി നോക്കി ആൾക്കാരെ ഐക്കണാക്കാൻ നടന്നു കഴിഞ്ഞാൽ മോഹൻലാലിനെ ഐക്കണാക്കാൻ പറ്റുമോ? അതിന് കേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാത്തിടത്തോളം കാലം ഇവിടുത്തെ സിനിമാടന്മാരെ ഐക്കണാക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഉദാഹരണം പറയുന്നത്, മൂടി വയ്ക്കപ്പെട്ട രഹസ്യങ്ങൾ ഒത്തിരി ഓരോരുത്തരുടെ ഉണ്ട്. അത് പുറത്ത് വന്നാൽ എല്ലാവരും പോകും. പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും മൂക്കുത്തി താഴെ വീഴും. ഐക്കണാക്കണമെങ്കിൽ ക്രെഡിബിലിറ്റി നോക്കി ഐക്കണാക്കാൻ പറ്റില്ല, ആരും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി ആയിപ്പോയി. നമുക്ക് പറയാൻ പറ്റുമോ? പ്രായോഗിക രാഷ്ട്രീയം, ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞാൽ പ്രായോഗിക രാഷ്ട്രീയ തന്ത്രം. ഈ മോഡിയെ വരെ തന്ത്രത്തിൽ പറ്റിക്കാൻ നോക്കില്ലേ ശിവൻകുട്ടി? അപ്പോൾ ഇങ്ങനത്തെ ഐക്കൺ എന്ന് പറയുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ ജനം ആദ്യം അകന്നു നിന്ന ജനമെല്ലാം ഓടിപ്പോകുകയല്ലേ, ആണുങ്ങളും പെണ്ണുങ്ങളും. അതെന്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വീണ്ടും ഐക്കണായോ? ആകുന്നു. പാലക്കാടെങ്കിലും ആയോ? ആകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം ഇവർ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്. അതിനകത്ത് ഒരാളെ മാത്രം മാറ്റി നിർത്തി 10 കുട്ടികൾ കൂടി മാവിനിട്ടെറിഞ്ഞു. അതിലൊരു കൊച്ചിനെ മാത്രം മാറ്റി നിർത്തി തല്ലുമ്പോൾ ജനങ്ങൾ ആ കൊച്ചിന് അനുകൂലമായിട്ട് പ്രതികരിക്കും. അതാണ് മാങ്കൂട്ടത്തിന് കിട്ടിയ പ്രയോജനം. നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. ഇവിടെ PK ശശിയുണ്ട്, PCC ഉണ്ട്, അവിടെ തന്നെ BJP തന്നെ കൃഷ്ണകുമാറുണ്ട്, എല്ലാവരുടെയും പേരിലുണ്ട്. ഈ പയ്യനെ മാത്രം, കല്യാണം കഴിക്കാത്ത ഈ പയ്യനെ മാത്രം എടുത്തിട്ട് തല്ലുന്ന കാണുമ്പോൾ ജനങ്ങളുടെ സഹതാപം അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മാറും. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് VD സതീശൻ പ്രിൻസിപ്പളും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. സതീശനും അങ്ങനെയുള്ളവരെ പുറത്താക്കാനാണെങ്കിൽ കോൺഗ്രസിൽ പിന്നെ മിച്ചം എത്ര പേര് കാണുന്നുള്ള കണ്ടറിയണം. പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് അസറുദ്ദീൻ്റെ ഇമേജിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കോൺഗ്രസ് സാധിക്കണം. അല്ലാണ്ട് അസറുദ്ദീൻ മുസ്ലിമാണ് അതുകൊണ്ട് ഞങ്ങൾ മന്ത്രിയാക്കി നല്ല പറയാം. പക്ഷേ അസറുദ്ദീനെ കളത്തിലിറക്കിയതുകൊണ്ട് മാത്രം ബീഹാറിൽ ക്ലച്ച് പിടിക്കുമോ? അങ്ങനെയല്ല. അസറുദ്ദീൻ നാളെ അവിടെ പ്രചരണത്തിന് പോകും. അല്ല അതിൽ ബീഹാറിൽ ഒരു ദീർഘകാല ലക്ഷ്യം ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ബീഹാറിൽ ഒന്നുമല്ലാതെ കിടന്നതിന് കോൺഗ്രസിന് സ്വല്പമെങ്കിലും ജീവൻ വെപ്പിച്ചു കൊടുത്തത് ആനിരാജയുടെ മകളെ കല്യാണം കഴിയുന്ന നടന്ന പയ്യൻ കനയ്യകുമാർ കോൺഗ്രസിൽ വന്നുള്ള കനയ്യകുമാറിൻ്റെ പ്രവർത്തനം മോശമല്ലാത്ത സ്വാധീനം ചെലുത്തും. അതുപോലെ ഗുജറാത്തിലും അങ്ങനെ തന്നെ ഉണ്ടായി. അപ്പോൾ ചില ഇമേജസ് ചിലപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്നൊരു ഇമേജാണ് അസറുദ്ദീൻ. അതിൻ്റെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും
കോൺഗ്രസ്സിന് കിട്ടും. ഇപ്പോൾ ഷാഫി പറമ്പിലൊരു വലിയ ഇമേജായി ഇവിടെ. ഉം. നാളെ കേരളത്തിൽ അത്ര ചിലവായി എന്നാൽ പോലും കേരളത്തിലും പ്രചരണത്തിന് കൊണ്ടുവരാവുന്ന ഒരാളാണ് ശ്രുതി. അതെ. ഒരു പശ്ചാത്തലമുണ്ട് അവിടെ. ഉം. അപ്പോൾ അത് കോൺഗ്രസ് ഈ കളി കളിക്കാൻ തുടങ്ങുന്നു. മോഡിയുടെ അടിക്ക് തിരിച്ചടി അതേ ഭാഷയിൽ അതേ രീതിയിൽ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ